ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ സത്യഭാമാദാസ് ബിജു. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യഭാമാദാസ് ബിജു. അടുത്ത ചോദ്യം, തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം തഞ്ചാവൂർ. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം തഞ്ചാവൂർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യഭാമാദാസ് ബിജു. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം തഞ്ചാവൂർ. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത്? രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത് ഉത്തരം ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഉത്തരം ഥാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി. അടുത്ത ചോദ്യം, ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, നാണയത്തെക്കുറിച്ചുള്ള പഠനം? നാണയത്തെക്കുറിച്ചുള്ള പഠനം ഉത്തരം ന്യൂമിസ്മാറ്റിക്സ്. നാണയത്തെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ദിനം? അന്താരാഷ്ട്ര വനിതാ ദിനം ഉത്തരം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യദിനം? ലോക ഭക്ഷ്യദിനം ഉത്തരം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. നാണയത്തെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വയോജന ദിനം? അന്താരാഷ്ട്ര വയോജന ദിനം ഉത്തരം ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. അടുത്ത ചോദ്യം, ലോക സമുദ്ര ദിനം? ലോക സമുദ്ര ദിനം ഉത്തരം ജൂൺ 8. ലോക സമുദ്ര ദിനം ജൂൺ 8. അടുത്ത ചോദ്യം, ദേശീയ ബഹിരാകാശ ദിനം? ദേശീയ ബഹിരാകാശ ദിനം ഉത്തരം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1. ലോക സമുദ്ര ദിനം ജൂൺ 8. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ? വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഉത്തരം ഹരിഹരൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ. അടുത്ത ചോദ്യം, ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്? ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹംപി. ഹംപിയിലാണ് ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഹംപി. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കണ്ടൽ ദിനം? അന്താരാഷ്ട്ര കണ്ടൽ ദിനം ഉത്തരം ജൂലൈ 26. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26. അടുത്ത ചോദ്യം, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ഉത്തരം 1792 ജൂലൈ 18. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 ജൂലൈ 18.
ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 ജൂലൈ 18. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം. ഉത്തരം ഭുവൻ. ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം ഭുവൻ. അടുത്ത ചോദ്യം. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ഉത്തരം ചൈനക്കാർ. ചൈനക്കാരാണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ISRO നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനം ഭുവൻ. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.